ഹലോ, നമുക്ക് ഇന്നത്തെ ഏഷ്യ കപ്പ് ഫൈനൽ മാച്ച് ഒന്ന് അനലൈസ് ചെയ്ത് നോക്കിയാലോ. ഇറ്റ് വിൽ ബി എ ഹൈ വോൾട്ടേജ് മാച്ച്. എപ്പോഴും ഇന്ത്യ പാകിസ്ഥാനെ നേരിടുന്ന സമയത്ത് തന്നെ അത് ഒരു ഭയങ്കരമായിട്ട് ഹൈപ്പായിട്ടുള്ളൊരു മാച്ചായിട്ടാണ് മൊത്തത്തിൽ മാറുന്നത്. നമുക്ക് എന്തായാലും ആ മാച്ചിനെ പറ്റി നമുക്കൊന്ന് ഡീപ്പായിട്ടൊന്ന് അനലൈസ് ചെയ്ത് നോക്കാം. അതായത് ഇന്ത്യ T20യിൽ വളരെ മികച്ച ഫോമിലാണ് മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ പാകിസ്ഥാൻ എന്ന് പറയുന്നത് ഇന്ത്യയായിട്ട് കമ്പയർ ചെയ്ത് കഴിയുമ്പോഴത്തേന് ഒബ്വിയസ്ലി ദേ ആർ നോട്ട് കമ്മിങ് നിയർ എനിവെയർ ടു ഇന്ത്യ. ഇപ്പോൾ പ്ലേയേഴ്സിനെ വെച്ച് നോക്കുവാണെങ്കിൽ തന്നെ ഇന്ത്യൻ ടോപ്പ് ഓർഡർ ബാറ്റേഴ്സ്, അതായത് അഭിഷേക് ശർമ്മയെ ഔട്ടാക്കാൻ പറ്റിയ ഒരു ബോളർ പാകിസ്ഥാൻ നിലവിലുണ്ടോ എന്നുള്ള രീതിയിൽ തന്നെ നമുക്ക് നോക്കേണ്ടിയിരിക്കും. കാരണം എനിക്ക് തോന്നുന്നത് വെച്ച് കഴിഞ്ഞാൽ പുള്ളിയെ ഇപ്പോഴത്തെ ഒരു ഫോമിൽ ബോൾഡ് ഔട്ട് ആക്കാനോ അല്ലെങ്കിൽ വേറൊരു രീതിയിലുള്ള വിക്കറ്റ് എടുക്കാനോ ചാൻസസ് തീരെ കുറവാണ്. മിക്കവാറും ഒരു റൺഔട്ട് അല്ലെങ്കിൽ ഒരു അൺലക്കി എഡ്ജ് അങ്ങനെ ഒരു രീതിയിലേക്ക് പുള്ളിയുടെ വിക്കറ്റ് എടുക്കാൻ പറ്റത്തുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. എല്ലാവരും അഭിഷേക് ശർമ്മയിലേക്കായിരിക്കും ഇന്നത്തെ മത്സരത്തിലും നോക്കിയിരിക്കുക. കാരണം മറ്റൊന്നുമല്ല, പുള്ളി വളരെ മികച്ച ഫോമിലാണ് ത്രൂ ഔട്ട് ഏഷ്യ കപ്പ് ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത്. ലാസ്റ്റ് ഇന്നിങ്സ് എല്ലാം നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പുള്ളിയുടെ സ്ട്രൈക്ക് റേറ്റൊക്കെ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഒബ്വിയസ്ലി എല്ലാവരും പുള്ളിയെ തന്നെയായിരിക്കും ഇവിടെ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ഞാൻ ഇന്ന് ഏറ്റവും കൂടുതൽ പ്രതീക്ഷ വെക്കുന്ന ഒരു ബാറ്റ്സ്മാൻ എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യൻ ക്യാപ്റ്റൻ തന്നെയാണ്. ആൻഡ് ഓൾസോ മോസ്റ്റ്ലി നമ്മുടെ മലയാളിയായ സഞ്ജുവും കൂടി ചേർന്ന് കഴിഞ്ഞാൽ നമുക്കിന്ന് വളരെ ഒരു മികച്ച പാർട്ണർഷിപ്പ് തന്നെ മിഡിൽ ഓർഡറിൽ കാണുവാൻ സാധിക്കുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. നിലവിലെ ഇന്ത്യൻ ബാറ്റിംഗ് ഓർഡറിൽ എനിക്ക് ഏറ്റവും ഒരു വീക്ക് ലിങ്കായിട്ട് ഫീൽ ചെയ്യുന്ന പറയുന്നത് വേറെ ആരുമല്ല, നമ്മുടെ ശുഭ്മാൻ ഗില്ലിനെ പറ്റിയാണ് ഞാൻ പറയുന്നത്. കാരണം പുള്ളി അത്രയ്ക്കൊരു കോൺഫിഡൻ്റ് ആയിട്ടുള്ള രീതിയിലല്ല ടെസ്റ്റിൽ നിന്ന് T20യിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ തൊട്ട് പെർഫോം ചെയ്യുന്നതാണ് എനിക്ക് ഫീൽ ചെയ്തിരിക്കുന്നത്. പിന്നെ ഈ കളിയിൽ ഒരു എക്സ് ഫാക്ടർ എന്ന രീതിയിൽ ഇന്ത്യ പാകിസ്ഥാൻ്റെ രണ്ട് ടീമിലും തന്നെ ഒരു എക്സ് ഫാക്ടർ എന്ന് എനിക്ക് പറയാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കുൽദീപ് യാദവ് അല്ലെങ്കിൽ വരുൺ ചക്രവർത്തി, ഇവരായിരിക്കും ഇന്നത്തെ മത്സരം ഡിസൈഡ് ചെയ്യുക എന്നുള്ളതാണ് വാട്ട് ഐ ഫീൽ. പാകിസ്ഥാൻ സൈഡിനെ പറ്റി സംസാരിച്ച് തുടങ്ങുവാണെങ്കിൽ എന്താ പറയുക, ഒരു പഴയ ഒരു ടീമിനല്ല നമുക്കവിടെ കാണാൻ പറ്റുന്നത്. ഒരു ജസ്റ്റ് മൊത്തത്തിലൊരു കോൺഫിഡൻസ് ഇല്ലായ്മ, അല്ലെങ്കിൽ മത്സരം സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുമ്പോൾ മുതൽ അവരുടെ ബോഡി ലാംഗ്വേജ് തന്നെ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. ജസ്റ്റ് പ്ലേയിങ് ലൈക്ക് ദാറ്റ് വേ. സോ എനിക്ക് തോന്നുന്നു വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ മത്സരം ഇന്ത്യക്ക് ഒരു ഈസി മാച്ചായിട്ട് മാറുമെന്നാണ് വാട്ട് ഐ എം പ്രെഡിക്റ്റിംഗ് ഹിയർ.